പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ടും ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. ഒരു വിട്ടുവീഴ്ചയില്ല ആരായാലും. അതല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ കേന്ദ്രമാക്കാനും ശ്രമിക്കുന്നില്ല. എനിക്ക് എൻ്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ്, മകളെ പോലത്തെ കുട്ടിയാണ്. ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. കോൺഗ്രസിനകത്ത് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഒരു വിട്ടുവീഴ്ച ഞാൻ പറയുന്ന കേൾക്ക്, നിങ്ങൾക്ക് അറിയാനുള്ള, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയല്ലേ, നിങ്ങൾ എന്തിനാ ഇടപെടണേ? ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും. ഞാൻ പറയല്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും. ആരായാലും, എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ ഉണ്ടാവില്ല. അക്കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കും. ഞാൻ എന്ത് വൈകിയെന്നാ പറഞ്ഞത്? ഇന്നലെ ഈ ആരോപണമാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളും പറയുന്നില്ല, അതിനെക്കുറിച്ചൊന്നും വിശദാംശമൊന്നും പറയുന്നില്ല. ഒരു മെസ്സേജ്, തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പിതാവ് എന്ത് ചെയ്യും? സ്വന്തം മകളാണ് എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു മെസ്സേജ് അയച്ച കേസില്ല. ഒരു മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. മെസ്സേജ് അയച്ചാൽ ചെയ്യേണ്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക, അതിന് നടപടി സ്വീകരിക്കുക. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, അതിന് ഞാൻ തന്നെ മുൻകൈ എടുക്കും. ഈ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് തന്നെ അതിലൊരു നടപടി എടുത്തിരുന്നെങ്കിൽ. ഇല്ല, അങ്ങനെ ഒരു ആരോപണവും ഉയർന്നിട്ടില്ല. പാർട്ടിയുടെ ശ്രദ്ധയിൽ അങ്ങനത്തെ ഒരു ആരോപണം, നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഒന്നും വന്നിട്ടില്ല. പാർട്ടിക്ക് ഒരു പരാതിയും വന്നിട്ടില്ല. ഞങ്ങളുടെ 2 സഹപ്രവർത്തകർക്ക് തന്നെ അല്ലല്ല, പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതിയും വന്നിട്ടില്ല. പാർട്ടിയുടെ മുമ്പിൽ ഒരു റിട്ടേണായിട്ടുള്ള പരാതിയും വന്നിട്ടില്ല. എന്നോട് വ്യക്തിപരമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. വേറെ വ്യക്തിപരമായിട്ട് ആരും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല. എനിക്ക് എന്ത് ഇത്ര ധൃതി എന്താ? ഞാൻ സംസാരിക്കണ സംസാരിക്കണത് കേക്ക്. നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറയണം. നിങ്ങൾ മാത്രം ചോദിച്ചാൽ പോരല്ല, ഞാൻ പറയണതിന് കേക്ക്. നിങ്ങൾക്ക് എന്ത് ഇത്ര ആവേശം? ഞാൻ പറഞ്ഞല്ലോ, ഒരാളും എൻ്റെ കയ്യിൽ പരാതിയുമായി വന്നിട്ടില്ല. വ്യക്തിപരമായിട്ട് ഒരാളും പരാതി വന്നിട്ടില്ല. പാർട്ടിയുടെ നേതാക്കന്മാർ ആരും അങ്ങനെ പരാതിയായിട്ട് ഒരു വ്യക്തിയും സമീപിച്ചാൽ ഞങ്ങൾ അതിന് നടപടിയെടുക്കും. ഇപ്പോൾ അത് ഗൗരവതരമായി അത് വന്നിരിക്കുന്നു. അത് ഗൗരവമായി പരിശോധിക്കും, നടപടിയെടുക്കും. അല്ലാതെ ഊഹിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് ഇപ്പോഴാണ് വന്നത്. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ്. നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ വരണ്ടേ പരാതി? രാഷ്ട്രീയ രംഗത്തുള്ള പലരെക്കുറിച്ചും പല രീതിയിലും ആളുകൾ പരാതി പറയും, ഇല്ലേ? ശത്രുത കൊണ്ട് പറയും, ഇഷ്ടമില്ലാത്ത കൊണ്ട് പറയും, പല രീതിയിൽ പറയും. ഗൗരവമുള്ള പരാതി നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മളത് ഗൗരവത്തോടുകൂടി പരിശോധിക്കും. അല്ലാതെ പരിശോധിക്കാൻ പറ്റുമോ? അല്ലാതെ എത്ര പേർക്കെതിരായിട്ട് ഏതെല്ലാം തരത്തിൽ ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ട്, അത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? തെറ്റ് ചെയ്യാത്ത എത്രയോ പേരെ ക്രൂശിക്കാൻ നോക്കിയിട്ടുണ്ട്. ഓരോരുത്തരും വന്ന് സംസാരിക്കുന്ന കേട്ടിട്ട് CBI കേസിൽ വരെ ഇവിടെ ആളുകൾ പ്രതികളായിട്ടില്ലേ? എന്നിട്ട് അവസാനം കോടതി എന്താ പറഞ്ഞത്? അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റായ ആരോപണമാണെന്ന് പറഞ്ഞു. അവരൊക്കെ അവരുടെ കുടുംബവും എത്ര നാൾ അനുഭവിച്ചു. അപ്പോൾ ഇത് നമ്മൾ പരിശോധിക്കും. നമ്മൾ പരിശോധിച്ച് പാർട്ടി തന്നെ പരിശോധിക്കും. പാർട്ടി കോടതിയൊന്നും ആവുമല്ല. പാർട്ടി പരിശോധിച്ച് പാർട്ടി ചെയ്യേണ്ട നടപടി പാർട്ടി ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.